എല്ലാരും പറയുന്നു ഞാനൊരു ഗെയിമിങ്ങിന്റെ പ്രൊമോഷൻ ചെയ്ത് പറഞ്ഞിട്ട് കുറെ യൂട്യൂബിൽ കുറെ വീഡിയോസ് ഉണ്ട്. ഞാൻ ഫേക്കാണ് പറഞ്ഞിട്ട്. പക്ഷെ എനിക്കത് ഫേക്കാന്ന് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ആ ഒരു പ്രൊമോഷൻ എടുത്തത് തന്നെ ഞാൻ അതിന് കളിച്ച് എനിക്കതിന് പൈസ കിട്ടി എന്ന് ബോധ്യപ്പെട്ട. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡാനി. അപ്പൊ നമ്മൾ ഈ മല്ലു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, ആപ്പായിരുന്നു, അറിയാലോ അല്ലെ, ഗെയിമിന്റെ. ആ ആപ്പ് കുറച്ച് എന്താ പറയണ്ടേ, നമ്മൾ ആ കളിച്ച ഏറ്റവും വലിയൊരു വ്യക്തിയാണ് ഈ ഇരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരു വോയിസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പൊ എൻ്റെ വീട്ടിൽ വന്ന് അവൻ ഗെയിം കളിച്ച ഒരു 10-60 രൂപയുടെ കേസ് കെട്ടൊക്കെ ഞാൻ പറഞ്ഞു, ഓർമ്മയില്ലേ? ഓക്കെ, എന്തായാലും മല്ലു ഫാമിലിയുടെ കുറച്ച് എക്സ്പ്ലനേഷൻ കേൾക്കാം. ഇന്നലെ വന്നിട്ട് അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അതൊന്ന് വെച്ച് തരാം. എല്ലാരും പറയുന്നു ഞാനൊരു ഗെയിമിങ്ങിന്റെ പ്രൊമോഷൻ ചെയ്ത് പറഞ്ഞിട്ട് കുറെ യൂട്യൂബിൽ കുറെ വീഡിയോസ് ഉണ്ട്. ഞാൻ ഫേക്കാണ് പറഞ്ഞിട്ട്. പക്ഷെ എനിക്കത് ഫേക്കാന്ന് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ആ ഒരു പ്രൊമോഷൻ എടുത്തത് തന്നെ ഞാൻ അതിന് കളിച്ച് എനിക്കതിന് പൈസ കിട്ടി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാനത് പ്രൊമോഷനായിട്ട് ചെയ്ത് തുടങ്ങിയത്. എനിക്കിപ്പോഴും അതിന് പൈസ കിട്ടുന്നുണ്ട്, അതിനുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ഒരുപാട് ആൾക്കാർ, ഞാൻ പിന്നെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഞാൻ മാത്രമല്ല അതിന്റെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനും എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഫീസ് കൊണ്ടായിരിക്കാം, അതിനായിരിക്കും. കാരണം വേറെ ആരും അതിനെപ്പറ്റി ചെയ്യുന്നില്ല, എന്നെ മാത്രമാണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറെ ആൾക്കാർക്ക് പേയ്മെന്റ് കിട്ടിയിരുന്നു. അതിന് ഒരുപാട് ആൾക്കാർക്ക് പേയ്മെന്റ് കിട്ടിയെന്നുള്ളതിന്റെ സ്ക്രീൻഷോട്ടുകളും വോയിസുകളും ഇതൊക്കെ എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാർ അയച്ചു തന്നിട്ടുണ്ട്. ചേട്ടാ പൈസ കിട്ടി പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ എങ്ങനെ അത് ഫേക്ക് ആവണത്? ഓരോ വീഡിയോസ് ഇട്ടിട്ട് ഓരോരുത്തർ വെറുതെ ഇരുന്ന് പറഞ്ഞ പോലെ കേസ് അത് കളിച്ച് നോക്കും. പിന്നെ അറിയില്ല, ഗെയിമിങ്ങിനെ പറ്റി പൊതുവെ എല്ലാവർക്കും നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. എനിക്ക് എന്തായാലും പൈസ കിട്ടുന്നുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് പൈസ കിട്ടുന്ന തെളിവും എന്റെ കയ്യിലുണ്ട്, സ്ക്രീൻഷോട്ടുകൾ എന്റെ കയ്യിൽ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ആളുകള് വീഡിയോസ് ചെയ്യുന്ന പറഞ്ഞില്ലേ, ഇത് ചെയ്യട്ടെ, അവർ ടൈമല്ല. എനിക്ക് ഇത്ര ചോദിക്കാത്ര തന്നെ ഉള്ളൂ. ഇത് ഞാൻ മാത്രമാണോ ഇന്ത്യയിലെ ലോകത്ത് ചെയ്യുന്നത്? ഞാൻ മാത്രമല്ല ബെറ്റിംഗ് ഗെയിം ചെയ്യുന്നത് ഞാൻ മാത്രമാണ്. ഞാൻ ഓരോരുത്തരും പേരും കാര്യങ്ങളും എടുത്ത് പറഞ്ഞില്ല. ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നു? അതെനിക്ക് അറിയാത്തത്. ഇഷ്ടംപോലെ ആൾക്കാർ, ഞാൻ യൂട്യൂബിൽ ഇനി കുറെ ആൾക്കാർ വീഡിയോസ് അയച്ചു നിട്ടണം കേട്ടോ. അപ്പൊ എന്തായാലും കേസ് പുതിയ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇത്ര പറയുള്ളൂ. സൂക്ഷിച്ച് കളിക്കുക, ഓൺ റിസ്ക്, സ്വന്തം പൈസയാണ്. ഓക്കെ, കിട്ടിയാലും നിങ്ങൾക്കാണ്, പോയാലും നിങ്ങളുടെയാണ്. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് കളിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ടാറ്റ ഗൈസ്, നാളെ. അപ്പം അദ്ദേഹം പറയുന്നത് കേട്ടല്ലോ, എന്നെ മാത്രം എന്തിനാ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ്. നിങ്ങൾ മാത്രമല്ല, മറ്റേ വയനാടൻ വ്ളോഗേഴ്സും ഇതിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഇതിനെ കുറിച്ച് പിന്നെ. അപ്പൊ എടാ, ഗെയിം കളിച്ച മഹാനെ, എന്താ നിന്റെ അഭിപ്രായം? എന്താ? മൈക്കിന്റെ ഒരു സൗണ്ട് ഉണ്ട് കേട്ടോ ഇന്നിവിടെ, ഈ ഗുരുദേവന്റെ ഇതായുണ്ട്. പറയടാ, ഇച്ചിരി മുറുക്കെ പറ. ഇത് ഇന്ത്യയിൽ ലീഗലായിട്ടുള്ള ഒരു ഗെയിമൊന്നും കളർ ട്രേഡിംഗ് എന്നൊക്കെ പറയും. ഇതൊരു ബെറ്റിംഗ് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അണ്ണൻ ഒരു സൈഡിലിരുന്ന് ഗെയിം കളിക്കും, ഇന്ത്യയിലെ ഒരു സൈഡിലിരുന്ന് ഗെയിം കളിക്കും, ഞാൻ ഇന്ത്യയിലെ ഒരു സൈഡിലിരുന്ന് ഗെയിം കളിക്കും. ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് അതിനകത്ത് ഒരു സംഭവമാണെങ്കിൽ അണ്ണൻ പ്രഡിക്റ്റ് ചെയ്തതിനകത്ത് വേറെ സംഭവം വെച്ചു. അണ്ണൻ ആ ടൈമിൽ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഇരട്ടി അണ്ണൻ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ 2000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അണ്ണന് 3000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അണ്ണന് 3000 രൂപ നഷ്ടമായി, എനിക്ക് 3000 രൂപ ലാഭമായി. എന്നുവെച്ചാൽ 2000 ഇട്ടിട്ട് 3000 കിട്ടി, എന്നാൽ 3000 ഇട്ടിട്ട് 6000 രൂപ കിട്ടേണ്ടത് എന്നുള്ള രീതിയിൽ. അങ്ങനെ ബെറ്റിംഗ് ചെയ്യും. എത്ര രൂപ നമ്മള് ഇങ്ങനെ ബൗൺസ് ചെയ്ത് എത്ര രൂപ കിട്ടുമെന്നാണ് പ്രഡിക്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ബുദ്ധി ഉണ്ടെങ്കിൽ ഇത് കളിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിവരക്കേടാ. കാരണം നമ്മളിപ്പം ബിഗ് സ്മോളാന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നത് അത് ചെറിയൊരു ലക്കാണ്, ലക്കിന്റെ ഗെയിമാണ്. നമ്മള് വലിയ നീണ്ട ആലോചനയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയും, ഇപ്പൊ 4 വട്ടം സ്മോള് വന്ന് അടുത്തത് 5ാമത്തെ വട്ടം ബിഗ് വരുന്നു. പക്ഷെ അവന്മാർ 5ാമത്തെ വട്ടം സ്മോൾ ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മളിപ്പോ ആ ഒരു മൈൻഡിൽ നമ്മൾ ആ കോൺസെപ്റ്റിൽ ഇരുന്ന് കളിക്കുമ്പോൾ നമ്മൾ 5ാമത്തെ വട്ടം സ്മോളാ വരുന്നത്, നല്ല ലാഭം കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തോ ചെയ്യും, ഉള്ള പൈസ മൊത്തം അങ്ങ് നിക്ഷേപിക്കും. അല്ല, ഈ ചേട്ടൻ പറഞ്ഞ എന്താന്ന് വെച്ചാലേ, സൂക്ഷിച്ച് കണ്ട് കളിക്കണം ഉള്ള രീതിയിലാ പറയുന്നത്. ആലോചിച്ച് എടുത്ത് ചാടിയൊന്നും ചെയ്യരുത്, ബുദ്ധിപൂർവ്വം കളിക്കണമെന്നാ പറയുന്നത്. ബുദ്ധിപൂർവ്വം കളിക്കാൻ എന്തുവാ, ഈ ഗെയിം ബുദ്ധിപൂർവ്വം കളിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം അവരുടെ രീതികളല്ലേ, ബിഗും സ്മാളും ഒക്കെ സെലക്ട് ചെയ്യുന്നേ. പല അണ്ണന്മാരും പല കണ്ടെത്തരും. അല്ല, ഞാനൊരു കാര്യം പറയാം. അപ്പൊ അന്ന് നിനക്ക് എത്ര രൂപ ലോസ് ആയത്? അപ്പൊ ഞാനുള്ളപ്പോ അങ്ങോട്ട് 60-80 രൂപ അങ്ങോട്ടേ പോയുള്ളൂ. ഇനി ഇതിന്റെ 14 രൂപ വരുമോ? അല്ല, 14,000 രൂപ. 14,000 രൂപയോ? എടാ, അതൊക്കെ ഇപ്പഴറിയുന്നത്. 14,000 രൂപ കൊണ്ട് കളി. എത്ര രൂപ കൊണ്ട്? എത്ര വില കിട്ടിയോ? അല്ലോ, പിന്നെ എത്ര കിട്ടിന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു 10 രൂപ ഒക്കെ കിട്ടിക്കാണും. 4 രൂപയുടെ നഷ്ടം. 14 രൂപ 10 രൂപ കിട്ടിയിട്ടില്ല. പൈസ കിട്ടും. ഫസ്റ്റ് കളിച്ച ടൈമില് എനിക്ക് 10 രൂപ കിട്ടി. അതെന്ന് പറഞ്ഞാൽ ഇവരുടെ ട്രിക്കാ. ഇവിടെ നമ്മള് കളിക്കുന്ന സമയത്ത് നമ്മള്
ഇവരെ എല്ലാരും കളിക്കുന്ന സംഭവമുണ്ട്. ഈ ചില ആൾക്കാരൊക്കെ പട്ടത്തരത്തിന് വേണ്ടി ഒരു ഗെയിമിൽ കയറി കഴിയുമ്പോൾ അതിന് 2 രൂപ അല്ലെങ്കിൽ 10 രൂപ വെച്ച് കളിച്ചു നോക്കും. ഞാൻ അങ്ങനല്ല, ഞാൻ ഭയങ്കര മൈൻഡഡ് ഗെയിം. ഞാൻ ഫസ്റ്റിലെ ഒരു ഗെയിം കളിച്ചപ്പോൾ ഞാൻ അതിനകത്ത് 2000 രൂപ വെച്ച് പോകും. പോയി കിട്ടി. അപ്പൊ തന്നെ 4000 ആയി. 3990 രൂപ 92 രൂപ എങ്ങാണ്ടാ കിട്ടുന്നത്. പിന്നെ ഞാൻ അതൊരുമിച്ച് ഇട്ടിട്ട് അത് 2x ആക്കി. പിന്നെ അത് 100x ഇട്ടിട്ട് ഞാനങ്ങ് ബാക്കി മൊത്തം വിഡ്രോ ചെയ്തെടുത്തു. പക്ഷെ ഇതിനകത്തൊരു കുഴപ്പമുണ്ട്. വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് ബാലൻസ്, ബാങ്ക് ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, മറിച്ച് തേങ്ങ മാട എല്ലാം ഇട്ട് കൊടുക്കണം. അതും കഴിഞ്ഞിട്ട് എന്താ ചെയ്യണം, വിഡ്രോ ചെയ്യുന്ന സമയത്ത് സെർവർ ഡൗൺ ആണ്. ഇവരെ വിളിച്ച് ഇവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇവർ നോക്കത്തില്ല. അതിനേക്കാട്ടിലും വലിയ ചടങ്ങ്. 10-30,000 രൂപ. എൻ്റെ ഏകദേശം എൻ്റെ പഴയ എൻ്റെ തിരങ്ക അക്കൗണ്ടിൽ ഇപ്പോഴും 12,000 രൂപ എങ്ങനെ നടക്കുന്നുണ്ട്. വിഡ്രോ ചെയ്യാൻ പാടാ അതിനകത്ത്. തിരങ്ക എന്നാ ഇത് ഓരോരോ ആപ്പാ. തിരങ്ക, ക്ലബ്, രാജ, അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. അതെല്ലാം ഒരാള് പല ഗെയിം ലോഞ്ച് ചെയ്യുന്നതാണ്. പല ഗെയിം ലോഞ്ച് ചെയ്യുന്നതാണ് പണ്ടന്മാരുടെ എല്ലാം വിശ്വാസം. ഈ കള്ള ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചത് ഒരു പുള്ളിയാ. അങ്ങേര് ഇന്ന് ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് റിച്ചസ്റ്റ് പേഴ്സൺ. പുള്ളിയുടെ IQ, പുള്ളിയെ ഒരു ദാരിദ്ര്യം പിടിച്ച ഫാമിലിയില്. ഞാൻ ഇതിനെ കുറിച്ച് 100% റിസർച്ച് നടത്തിയുള്ള പരിപാടി. ഓക്കെ, എന്തായാലും അവനൊരു 4000 രൂപയുടെ നഷ്ടം ഉണ്ടായി. അപ്പൊ ഗെയിം കളിക്കാം. ലീഗലാണോ അത്? ഇതുകൊണ്ടേ പോയി ലീഗലല്ല. കാരണം എന്നാ ഇത് പ്രഡിക്ഷൻ ഗെയിമാണ്. അതെ, ഈ റമ്മി സർക്കിളൊക്കെ പോലെ അതൊക്കെ ലീഗലാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലീഗലാണ്. ബട്ട് അങ്ങനെ ലീഗലാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെറ്റിംഗ് ഗെയിം എല്ലാം ലീഗലാ. ബട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ ഇതിനകത്തോട്ടിടും. അവര് ആ കളിക്കുന്ന ഓണർ, ഈ ഗെയിമിന്റെ ഓണർ ഇതിനകത്ത് പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 പേര് 2000 വെച്ച് ഇടുമ്പോ എത്ര രൂപയാവും? അതുപോലെ തന്നെ 50 പേര് അപ്പുറ സൈഡിൽ നിന്ന് 2000 വെച്ച് എത്ര രൂപ ഇടുമ്പോ ഇതിനകത്തുനിന്ന് ഈ 2000 വന്നിട്ട് ഇവര് നമ്മളിപ്പം ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 2000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 4000 രൂപ കിട്ടേണ്ടത് 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ 4000 രൂപ കിട്ടേണ്ടതെന്ന് വെച്ചു. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് 4000 രൂപ തരണ്ട. ഈ കളി ജയിച്ച് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് കറക്റ്റാണ്, തിരിച്ച് 4000 രൂപ തരണം. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നത്? 3092 രൂപ അല്ലെ 94 രൂപ എന്ന് പറയും. ഈ ഗെയിം എത്ര 3 മില്യൺ അല്ലേ പോട്ടെ, ഒരു എത്ര പേര് കളിക്കുന്നുണ്ടെന്ന് വെച്ചു, 1 മില്യൺ പേരെങ്കിലും കളിക്കും. പോട്ടെ 50 ലക്ഷം പേരെങ്കിലും കളിക്കുന്നുണ്ടെന്ന് വെച്ചു. 1 രൂപ വെച്ച് 50 ലക്ഷം പേരുടെ വെച്ചാൽ അവർക്ക് ലാഭം എത്ര? 50 ലക്ഷം. ഈ ഗെയിമിന്റെ ഓണറിന് അപ്പം ലാഭം എത്രയായി? 50 ലക്ഷം. പൊട്ടാൻ 50 ലക്ഷം കിട്ടത്തില്ലെന്ന് ചില അതെന്തോ ഒരു കണക്കാടാ. പൊട്ടാൻ നിയമന്മാര് ചിലപ്പോൾ അമ്മമാരുടെ അടുത്ത് ഒരാളുടെ 1 രൂപ വെച്ച് പോയി. പോട്ടെ 50 ലക്ഷം പേരുണ്ട്, അതിനകത്ത് 50 ലക്ഷം പേരുടെ പാതി എടുത്തു. 25 ലക്ഷം പേർക്ക് പ്രോഫിറ്റ് ഉണ്ടായി, 25 പേർക്ക് 25 ലക്ഷം പേർക്ക് നഷ്ടമുണ്ടായി. ഈ നഷ്ടത്തിന്റെയും പ്രോഫിറ്റിന്റെ ഇടയിൽ മുങ്ങുന്ന പൈസ കിട്ടുന്ന ഇവർക്ക്. അത് 1 രൂപ വെച്ചല്ല കിട്ടുന്നത്, 2 രൂപ വെച്ചല്ല കിട്ടുന്നത്, 10 രൂപ വെച്ചാണ്. ചില സമയത്ത് ആലോചിച്ച് നോക്കണം. ഈ 2000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 3992 രൂപ എന്നൊക്കെ പറഞ്ഞു വരും, അല്ലെ 3990 രൂപ കിട്ടത്തുള്ളൂ മിനിമം. 92 രൂപ എനിക്ക് എന്തോ ഒരു ഓർമ്മ എന്ന് ഞാൻ പറഞ്ഞു. 90 രൂപയ്ക്ക് കിട്ടുന്നത് 10 രൂപ വെച്ചാണ് നമുക്ക് അവര് വലിച്ചിട്ട്, അത് അവരുടെ ഗെയിം പ്ലാനൊക്കെ ഉള്ള രീതിയിൽ അവര് ആ കാശ് ഗെയിമുകാരെടുത്തിട്ട് ബാക്കി 3990 രൂപ. നമ്മളെല്ലാം വിചാരിക്കും 3990 രൂപ കിട്ടിയില്ലേ, എന്റെ ദൈവം പൊളിച്ച് ആ പൈസക്ക് എന്തെങ്കിലും കുപ്പിയെടുത്ത് അടിക്കുക എന്നൊക്കെ ചില വിവരക്കേടൊക്കെ കാണിക്കും. ദൈവത്തെ ഓർത്ത് വിവരക്കേടൊന്നും കാണിക്കും ചിലവന്മാരൊക്കെ ഉണ്ട്. ഞങ്ങളുടെ അവിടെ എന്റെ കൂട്ടുകാരൻ്റെ അടുത്തുണ്ട്. ഇപ്പൊ കൂടുതൽ യൂത്ത് പിള്ളേരല്ലേ ഇതെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് ബംഗാളീസിനാണ് കൂടുതൽ മനസ്സിലാകുന്നത്. ആ ഒരു തമിഴന്മാര് അവർക്കൊക്കെ ഇത് ആദ്യമേ കിട്ടിയത് സംഭവം. നോർത്ത് ഇന്ത്യക്കാർക്ക് എന്റെ ഒരു കൂട്ടുകാരനുണ്ട് നോർത്ത് ഇന്ത്യയിലുള്ള, അവൻ എനിക്ക് സാധനം പറഞ്ഞു തന്നെ. അവന് ഇതിന്റെ ഒരു APK മോഡുണ്ട്, അവൻ തന്നെ ഹാക്ക് ചെയ്തത്. വലിയ സൈബർ സെക്യൂരിറ്റിയിൽ എന്തോ പരിപാടിയാ. അവൻ ഇതിന്റെ മോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. എന്നിട്ട് നമ്മളിങ്ങനെ അത് പുള്ളി ഒരു ഫോണിൽ അതിന്റെ മോഡ് എടുത്തിട്ട് ഈ ഫോണിൽ ഇതിടും. എന്നിട്ട് ഇതിന്റെ സീരിയൽ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ പുള്ളിക്ക് സാധനം കിട്ടും. അതിപ്പോ മൊത്തം ലീക്കായി, ഇപ്പൊ മൊത്തം ഫ്ലാഷ് ആയി. ഈ തിരങ്കക്കാര് കൂട്ടേണ്ട സമയം കഴിഞ്ഞു. അത് വേറെ ഇതൊന്നും നമുക്കറിയത്തില്ല. ഇത് അറിയാത്ത ചില പൊട്ടന്മാര് ഇരുന്നോണ്ട് എന്തോ ചെയ്യുന്നറിയോ, ചുമ്മാ പൈസ വെച്ച് കളിക്കുക. എന്നിട്ട് ഒരു വട്ടം നഷ്ടം ഉണ്ടാവുമ്പോ അടുത്ത 2 വട്ടം ലാഭം ഉണ്ടാവുമ്പോ ആ നഷ്ടം അല്ല. ഒന്നേ നമുക്ക് പറയാനുള്ളു, സൂക്ഷ്യം കണ്ട് എന്താന്ന് വെച്ചൊക്കെ ചെയ്യുക. ഇത് എനിക്കത്ര ഇതായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. കാരണം ഞാൻ ഇവന്റെ കണ്ടുകൊണ്ടാണ് കൂടുതലും ഈ ഒരു സംഭവത്തിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ പുള്ളി പറയുന്നത് അവരെ കൊണ്ട് റീച്ച് ഉണ്ടാക്കാനാണ്. എങ്ങനെ വേണമെങ്കിലും കരുതാം.
ഇപ്പൊ റീച്ച് ഉണ്ടാകുന്ന കാര്യത്തിൽ എന്നെക്കാളിലും മല്ലു ഫാമിലി വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. കേരളം മൊത്തം അറിയാവുന്ന അണ്ണാ ഒരു സംഭവം ആലോചിക്കണം. മുകേഷ് അംബാനി പോലും ചുമ്മാ പൈസ കൊടുക്കത്തില്ല ലാഭം കാണാൻ. പിന്നല്ലേ ഈ ഇതുപോലത്തെ ഗെയിമുകാര് ആർക്കെങ്കിലും അവർ 2000 രൂപ എനിക്ക് തന്ന 4000 രൂപ ഇവര് പ്രൊമോഷൻ ചെയ്തേടാ. ഇവര് പ്രൊമോഷൻ ചെയ്തപ്പോ ഇവർക്കും എന്തെങ്കിലും എമൗണ്ട് കൊടുത്തു. പ്രൊമോഷൻ 4 ലക്ഷം രൂപ വരെ കിട്ടും. പോടാ പറഞ്ഞൊന്നും പറ്റിയാ നോക്കണ്ട. എനിക്കൊന്നും അറിയത്തില്ല അതിനെ കുറിച്ചോ കാര്യങ്ങളൊന്നും എന്നാ ഇതൊന്ന് ബെറ്റിംഗ് ഗെയിം അല്ലേ. ഈ ഏറ്റവും കൂടുതൽ ഇല്ലീഗൽ ഗെയിംസിന് പ്രൊമോഷൻ ചെയ്യുന്നതിന് കാശൊക്കെ കിട്ടും. പക്ഷെ അത് നല്ല റീച്ച് ആവണം. ആ വീഡിയോ റീച്ച് ആയിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. ഇപ്പൊ ഒരു 1 മില്യൺ വ്യൂ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10-12 ലക്ഷം രൂപ ഒക്കെ കിട്ടും ആ ഒരൊറ്റ വീഡിയോക്ക്. അവര് അതൊന്നും എനിക്കറിയത്തില്ല. ഇത്രയും വലിയ കണക്കിന്റെ ഒക്കെ 10,000-10,000 ഒക്കെ ചരച്ച് കണക്കുകളും യൂട്യൂബ് കയറി ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻ ഗെയിമറിന്റെ ഇത് നോക്കിയൊക്കെ കൊടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ലടാ. നമുക്ക് അതിനെ കുറിച്ച് കളിക്കുന്നത് ആ ഗെയിം ഒരൊറ്റ വ്യക്തിയുടെയാ. അവന്റെ പേരെന്തായിരുന്നു മറന്നു ഞാൻ. ആ പുള്ളിക്കാരനെ ഗെയിം കണ്ടുപിടിച്ച് ഫസ്റ്റ് ഇത് ഫ്ലോപ്പ് ആയിരുന്നു, ആർക്കും അറിയത്തില്ലായിരുന്നു. പിന്നെ പയ്യെ റിച്ചായി. ഇപ്പൊ എവിടെ എടുത്ത് ഏത് ബംഗാളിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാലും തിരങ്കാട മറ്റേ ലിങ്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത്. ഓക്കെ, അപ്പം നമ്മളിവിടെ വീഡിയോ ഇവിടെ നിർത്തതാണ്. അപ്പം അവനറിയാവുന്ന കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പ്രൊമോഷൻ്റെ ഇത്ര ലക്ഷത്തിന്റെ കഥകളൊന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ എന്താ പറയണ്ടേ, വയനാടൻ വ്ളോഗേഴ്സ് ഭയങ്കര ഇഷ്ടമൊക്കെ ഉള്ളവരാണ്. അവരും ഇത് ഇന്നലെ ഞാൻ അതിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അവരും ഇതൊക്കെ ചെയ്തു വെച്ചിട്ടൊക്കെയുണ്ട്. എന്റെ അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ അത്രയും നല്ലതെന്നേ എൻ്റെ ഒരു അഭിപ്രായം. കാരണം പൈസ പോയ ടീമാണ് ഇരിക്കുന്നത്. ഈ ഊപ്പക്കാണ്ടി പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അണ്ണാ എനിക്ക് പൈസ പോയിട്ടുണ്ടെങ്കിൽ ഞാനത് നമ്മളത് തിരിച്ചെടുക്കും. അത് ഈ ഒരു വഴി വേണ്ട. അല്ല, അത് അതിനകത്ത് തന്നെ ഞാൻ തിരിച്ചെടുത്തു. ഞാൻ 10 രൂപ കളഞ്ഞിട്ടുണ്ടെ ഞാനത് വെറും 2000 രൂപ ഇട്ട് തിരിച്ച് ഞാൻ 10 രൂപ എടുത്തിട്ട് 14 രൂപ ഉണ്ട് പോയത്. 10 രൂപ എടുത്തിട്ട് ഞാൻ തിരിച്ചു ഇറങ്ങിയതിനകത്തു. കാരണം 4 രൂപ പോയെങ്കിൽ പോട്ടെ, അത് നമുക്ക് പ്രശ്നമുള്ള കാര്യം. പിന്നെ നമ്മള് പ്രൊമോഷൻ ഒന്നുമില്ല കേട്ടോ. ഞാൻ വേറെ രീതിയിലേക്ക് ക്യാഷ് ഉണ്ടാക്കി. അത് വേറെ സംഭവം. ഗെയിം കളിച്ച് എന്തുവാ അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേരുണ്ടല്ലോ, ഇവര് ജസ്റ്റ് കളർ ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ എന്തോ ചെയ്യും. പിന്നെ ഈ ഗെയിമിന് ഒരു പ്രത്യേകത ഉണ്ട്. ഗൂഗിൾ പേയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ ഒരു മേറ്റം പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ കയറത്തില്ല. ചില പൊട്ടത്തരങ്ങളൊക്കെ വരും, അക്കൗണ്ടിൽ കയറത്തില്ല. ഈ പൈസ അവർക്ക് ലാഭമാണ്, ഒടുക്കത്തെ ലാഭം. വലിയൊരു കൊള്ള സങ്കേതം ഓൺലൈൻ വഴി അങ്ങ് ഓടിക്കൊണ്ടിരിക്കുക. ആൾക്കാരെല്ലാം വെട്ടിലങ്ങ് വീഴുക. ആണ് പരിപാടി. ഞാൻ ഒരെണ്ണം തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നത്. എന്റെ പൊന്നോ മോനെ, എടായി ചുമ്മാ ഒരു പൈസ ഉണ്ടാക്കും. അത് തന്നെ. എന്ത് ആൾക്കാരെ പറ്റിച്ചോ? അതുകൊണ്ട് ഓരോരുത്തന്മാരെ ഇറക്കാം. ഞാനായിരിക്കും ഇതൊരു കാഷ്വൽ ടോക്ക് കേട്ടോ. നമ്മൾ ഇതിലങ്ങ് വെക്കുന്നതേ ഉള്ളൂ. ആൾക്കാർ എന്നെ പറ്റിച്ചോ എന്ന് പറഞ്ഞിരിക്കും. പിന്നെ നമ്മൾക്ക് പറ്റിക്കുന്നില്ല. അതുകൊണ്ട് ആരും എടുത്തു ചാടി അബദ്ധങ്ങളൊന്നും ചാടാതിരിക്കുക. അത്ര ഞങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ അവസാനമൊക്കെ ഞങ്ങളൊരു നോർമൽ ടോക്ക്, അതും കൂടെ ഞാൻ ഇതിലും ഇട്ടേക്കുന്നേ ഉള്ളൂ. ഇനി അതേ പിടിച്ചിട്ട് ആരും കയറൊന്നും വേണ്ട. വേണമെങ്കിൽ എനിക്കിത് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇത് ഒരു 10 മിനിറ്റിന്റെ ഒറ്റയടിക്കങ്ങ് എടുത്തതാ. ഓക്കെ ഗൈസ്, അപ്പോൾ ലവ് യു ഓൾ, ബൈ. അപ്പം ഞാനെന്നാ പോവാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ വരാം. ബൈ.